Hello, good morning. Welcome to Learn Now. നമ്മൾ ഈ ഒരു വീക്കിൽ ഗേറ്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള അനലോഗ് സർക്യൂട്ട്സിന്റെ MCQ5 പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 4 MCQ സെറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ സെറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. If an input signal with a non-zero DC component is applied to a low pass RC network, then the DC component in the output will be. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ, ഒരു നോൺ സീറോ ഡി സി കോമ്പണന്റ് ഉള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ലോ പാസ് RC നെറ്റ്വർക്കിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന ഡി സി കോമ്പണന്റ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. സെയിം ആസ് ദാറ്റ് ഇൻ ദ ഇൻപുട്സ്, ലെസ് ദാൻ ദാറ്റ് ഇൻ ദ ഇൻപുട്ട്, മോർ ദാൻ ദാറ്റ് ഇൻ ദ ഔട്ട്പുട്ട്, ഇൻപുട്ട് സീറോ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സെയിം ആസ് ഇൻ ദാറ്റ് ഓഫ് ദി ഇൻപുട്ട്. ഇൻപുട്ടിൽ എന്താണോ നമുക്ക് ഡി സി കോമ്പണന്റ് ഉണ്ടായിരുന്നത് അതേപോലെയുള്ള ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. The impedance of the capacitor എന്ന് പറയുന്നത് എന്താണ്? X is equal to 1 by j omega c ആണ് അല്ലെ. അപ്പൊ നമ്മൾ ലോ പാസ് RC നെറ്റ്വർക്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഇംപിഡൻസ് എന്ന് പറയുന്നത് X is equal to 1 by j omega c ആണ്. ഇപ്പൊ നമ്മളൊരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ F is equal to 0 ആയിരിക്കും, ഒമേഗ is equal to 0 ആണ് വരുന്നത്, ഫ്രീക്വൻസി അല്ലെ. അപ്പൊ X is equal to എനിക്ക് എന്ത് വരും? 1 by j omega c ആണ്. സോ 1 by j into omega എന്ന് പറയുന്നത് 0 ആണ് into c. അപ്പൊ ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഓപ്പൺ സർക്യൂട്ടഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ എന്താണ് നമുക്ക് ഈ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആണ് അല്ലെ. അപ്പൊ എനിക്ക് ഇൻപുട്ട് എന്താണോ അത് തന്നെയായിരിക്കും എനിക്ക് ഔട്ട്പുട്ടിൽ ഒക്കെ ആവുന്നത്. അപ്പൊ V0 is equal to Vin. ഔട്ട്പുട്ട് will be same as the ഇൻപുട്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An op-amp has the slew rate of 5 volt per microsecond. The largest sine wave output voltage possible at the frequency of 1 megahertz. 1 megahertz ഫ്രീക്വൻസിയിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ലാർജസ്റ്റ് സൈൻ വേവ് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 5/2π വോൾട്ട് ആണ്. അപ്പൊ എങ്ങനെയാണ് നോക്കൂ. V is equal to Vm sin omega t ആണ് അല്ലെ, നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. അതിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. dV/dt is equal to Vm കോൺസ്റ്റന്റ് ആണ്. Vm into sin omega t നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ cos omega t into omega വരും. അപ്പൊ Vm omega cos omega t എന്ന് കിട്ടും. സോ dV/dt മാക്സിമം ആണ് നമുക്ക് വേണ്ടത് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു Vm omega, ബിക്കോസ് cos omega t നമുക്ക് cos omega t മാക്സിമം ആണെങ്കിൽ 1 ആണ് വരുന്നത്. സോ അറ്റ് 1 ആണ് വരുന്നത്. സോ Vm omega വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 10 to the power 6 ആണ് അല്ലെ. അപ്പൊ Vm is equal to എന്ത് വരും? 5 into 10 to the power 6 divided by omega എന്ന് പറയുന്നത് 2π into f ആണ്. അപ്പൊ 10 to the power 6, 1 megahertz ആണ് നമ്മൾ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുന്നത്. സോ 5, അപ്പം ഈ ഒരു രണ്ട് ടേംസും ക്യാൻസൽ ആയി പോകും. 10 to the power 6 രണ്ട് ക്യാൻസൽ ആയി പോകും. സോ 5/2π വോൾട്ട്സ് ആണ് നമുക്ക് വരുന്ന മാക്സിമം അലവബിൾ വോൾട്ടേജ് വരുന്നത് Vm. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ സർക്യൂട്ട് Vn എന്ന് പറയുന്നത് 10 millivolt DC മാക്സിമം ആണ്. അപ്പൊ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് V00 caused by the input voltage IVIO with respect to the ground. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? മാക്സിമം 10 millivolt ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് V00 എത്രയെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് VI0 ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 110 millivolt ആണ്. അപ്പൊ നമുക്ക് R1 എന്ന് പറയുന്നത് 1 kilo ohm തന്നിട്ടുണ്ട്. RF ഫീഡ്ബാക്ക് തന്നിരിക്കുന്നത് 10 kilo ohm ആണ്. R2 10 kilo ohm ആണ്. Vin എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ KVL അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇൻവെർട്ടിംഗ് നോഡിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ Vin minus 0/R1 plus Vin minus 0/RF equal to 0 ആണ്. അപ്പൊ V0 is equal to ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് is equal to 1/R1 plus 1/RF into RF എന്ന് വരും. ദാറ്റ് is equal to 110 millivolt വരും. ഈ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. R1 എന്താണെന്ന് അറിയാം, RF അറിയാം, RF വാല്യൂസ് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് 110 millivolt വരും. അടുത്ത ക്വസ്റ്റ്യൻ. The transistor gain of the circuit shown in the figure is given below. അപ്പൊ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിന്റെ ട്രാൻസിസ്റ്റർ ഗെയിൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, V1 അല്ലെങ്കിൽ Vi എന്ന് പറയാം നമുക്ക്. ദാറ്റ് ഈസ് R1, R2, R3, R4, V0 ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് മൈനസ് ഓഫ് R2 plus R3 plus R2 R3/R4 ഹോൾ ഡിവൈഡഡ് ബൈ R1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ റൈറ്റ് ആൻസർ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഇതാണ് ഫിഗർ അല്ലെ. ഇൻപുട്ട് വോൾട്ടേജ് Vi ഉണ്ട്, R1, R2, R3, R4, V0. അപ്പൊ ഞാൻ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. A എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെയും B എന്ന് പറയുന്നത് ഇതിനെയും കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, V0 minus Vc by R3. നോക്കൂ, V0 minus Vc by R3 equal to Vc by R4 plus Vc by R2. ഇത് രണ്ടുമാണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ എയും ബിയും നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് സെയിം പൊട്ടൻഷ്യലിലാണെന്നാണ് മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് Vc കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് V0/R3 into
R2 R3 R4 by R2 plus R2 R3 plus R3 R4 plus R4 R2. അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങനെ LCM എടുത്തിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. That is equal to V0 R3 നമുക്ക് ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ ഒരു R3 ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വരും? R2 R4 by R2 R3 plus R3 R4 plus R4 R2 വരുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം VC by R2 plus VI by R1 is equal to 0 ആണ്. So V0 into R4 by ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു equal to minus VI by R1. ഈ ഇത് ഞാൻ 0ക്ക് ഇപ്പുറത്തേക്ക് ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത്? V0 by VI ആണ് വേണ്ടത് അല്ലെ. അപ്പൊ V0 by VI എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് ഇവിടേക്കും ഇത് താഴത്തേക്കും വരും. സോ മൈനസ് 1 by R1 ഇത് ഇവിടേക്ക് വരും അല്ലെ, VI എന്നല്ല, മൈനസ് 1 by R1 ഇൻറ്റു ഈ ഒരു ടേം ഫുള്ളും ഇവിടേക്ക് വരും. R2 R3 plus R3 R4 plus R4 R2 ഡിവൈഡഡ് ബൈ R4 എന്ന് വരും. ഇത് റെസിപ്രോക്കൽ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ R4 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എന്തൊക്കെ വരും? R2 plus R3 plus R2 R3 by R4 into minus 1 by R1. So this is the final equation. Okay. അടുത്ത question, assuming operational amplifier to be ideal, the gain V out by V in for the circuit shown in the given figure is. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഒരു ഫിഗറിന്റെ ഗെയിൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒപ്പം എന്ന് പറയുന്നത് നമ്മളൊരു ഐഡിയൽ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓപ്ഷൻ ഡി മൈനസ് 120 ആണ് ഗെയിൻ വരുന്നത്. അപ്പൊ നമുക്ക് വി ഇൻ ഉണ്ട്, ഇൻപുട്ട് റെസിസ്റ്റൻസ് 1 കിലോ ഓം ആണ്, ഇത് 1 കിലോ ഓം, നമുക്ക് ഫീഡ്ബാക്ക് 10 ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, KCL അപ്ലൈ ചെയ്തിരിക്കുകയാണ് നോഡ് 1 നോഡ് 1 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ V minus 0 by 10 plus V by 1 plus V by V out by 10 is equal to 0 ആണ്. KCL അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്ത് വരും? 12V is equal to V out എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഓൾസോ KCL at the inverting node. ഇൻവെർട്ടിംഗ് നോഡിൽ നമ്മൾ ഇവിടെ KCL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? V in minus 0 by 1 equal to 0 minus V by 10. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്ത് വരും? V is equal to minus V in into 10 വരും. അപ്പൊ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ V out by V in is equal to minus 120 എന്ന് വരും. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വീക്ക് MCQ സെറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അനലോഗ് സർക്യൂട്ട്സിൽ. ഓക്കെ, താങ്ക് യു.